നമസ്കാരം. 90.8 റേഡിയോ മീഡിയ വില്ലേജിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സിറ്റി ടോക്സിൽ ഡോക്ടേഴ്സ് കോർണറിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം. ഒരു കുഞ്ഞിനെ കാത്തിരിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ സ്വപ്നം തന്നെയാണല്ലേ. പല കുടുംബങ്ങൾക്കും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ നയിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഒരു കുഞ്ഞാണ്. ഒരുപാട് കാത്തിരുന്ന് ലഭിക്കുന്ന കുഞ്ഞുങ്ങൾ. ചിലർക്ക് ഇതൊരു ഇമോഷണൽ ജേർണിയാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരുപാട് ലൈഫ് ചേഞ്ചസ് ഉണ്ട്. സ്ട്രെസ്, ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ കാരണം ഒരു കുഞ്ഞിനെ ലഭിക്കാനുള്ള സാധ്യതകൾ കുറയുന്നു, വന്ധ്യത എന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റി എന്ന അവസ്ഥയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാലം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഡോക്ടേഴ്സ് കോർണറിൽ എടുത്തിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി ആണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ വളരെ ആധികാരികമായിട്ട് നമ്മളോട് സംസാരിച്ചുകൊണ്ട് കൂടെ ചേരുന്നത് ഡോക്ടർ സിസിജ കല്ലുപറമ്പനാണ്, കൺസൾട്ടന്റ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ചെങ്ങന്നൂർ. ഹായ് ഡോക്ടർ. ഹായ്. നമസ്കാരം. ഒത്തിരി സ്നേഹത്തോടെ ഡോക്ടേഴ്സ് കോർണറിലേക്ക് സ്വാഗതം, റേഡിയോ മീഡിയ വില്ലേജിലേക്ക് സ്വാഗതം. താങ്ക്സ്. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക് ഇൻഫെർട്ടിലിറ്റി എന്ന ഉള്ളൊരു വിഷയം എടുക്കുമ്പോഴത്തേക്കിന് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഞങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് ഇൻഫെർട്ടിലിറ്റി, എന്തുകൊണ്ട്? ഓക്കെ, ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത എന്നുള്ളത് നമ്മളൊരു മെഡിക്കൽ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ബൈ ഡെഫിനിഷൻ ആയിട്ട് അതിനെപ്പറ്റി പറയുന്നത് ഒരുമിച്ച് നിൽക്കുന്ന ദമ്പതികൾ അവർ റെഗുലറായി ട്രൈ ചെയ്തിട്ടും ഒരു വർഷത്തോളം എന്നുള്ളൊരു പീരീഡ് കഴിഞ്ഞിട്ടും അവർക്കൊരു കൺസെപ്ഷൻ, പ്രഗ്നൻസിയിലോട്ട് എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ് നമ്മൾ വന്ധ്യതയായിട്ട് കണക്കാക്കുന്നത്. ബട്ട് നേരത്തെ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഏജ് കൂടിയിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള ദമ്പതികളിൽ, പെർട്ടിക്കുലർലി ഫീമെയിലിന് ഒരു 35 വയസ്സിന് മേലെ എന്നൊക്കെ പറയുമ്പോൾ ഈ 1 ഇയർ സ്പാൻ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അപ്പൊ അങ്ങനെ റിസ്ക് ഫാക്ടറുകൾ അധികമായിട്ടുള്ള കപ്പിൾസിലോ അല്ലെങ്കിൽ തന്നെ ഏജ് കൂടിയിട്ടുള്ള ദമ്പതികളിലോ ഇവർക്ക് ആവറേജ് ഒരു 6 മന്ത്സിന് ശേഷം, അതുവരെയാണ് നമ്മളൊരു വെയിറ്റിംഗ് ടൈം കണക്കാക്കുന്നത്, അതിനുള്ളിൽ പ്രഗ്നൻസി ആയിട്ടില്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു പരിശോധനയും അതിനനുസരിച്ച് ട്രീറ്റ്മെന്റും വേണ്ടി വരേണ്ട ഒരു മേഖലയാണ് വന്ധ്യത. ഡോക്ടറെ, ഈ പുരുഷന്മാരിൽ സ്പേം കൗണ്ട് കുറയാൻ വേണ്ടിയിട്ട് സാധാരണ കാണുന്ന ചില കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ നമ്മൾ ഒക്കേഷണലായിട്ട് കാണുന്ന വളരെ മോശം റിപ്പോർട്ടുകളെ പറ്റി നമുക്ക് പറയാനുണ്ട്. അതല്ലാതെ ട്രാൻസിയൻ്റ് ആയിട്ട് നമുക്കൊരു കൗണ്ട് എപ്പോഴും നോർമലായി കാണുക, പക്ഷേ സ്പേമിൻ്റെ ഫങ്ഷൻ, മോട്ടിലിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ഒരു മൈക്രോസ്കോപ്പിക് പിക്ചർ, അതിൻ്റെ മോർഫോളജി എന്ന് പറയും. ഇപ്പോൾ തീർത്തും നോർമലായിട്ടുള്ള സ്പേംസ് ഏറ്റവും കുറവായിട്ട് കാണിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര സർവ്വസാധാരണമല്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് കുറച്ചൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അതിൽ നോക്കുന്ന കാര്യങ്ങൾ, ഒന്ന് ഇവരുടെ ഡയറ്റ്, ലൈഫ് സ്റ്റൈല്, വർക്ക്ഔട്ട്, എക്സസൈസിങ്, സ്ലീപ്പ് പാറ്റേൺ, പിന്നെ ഈ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അങ്ങനത്തെ ഹാബിറ്റ്സ്, ഇതൊക്കെ എത്തരത്തിലാണെന്നൊന്ന് അസസ് ചെയ്യാം. റെലവെൻ്റ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഹിസ്റ്ററി, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചെറുപ്പത്തിൽ നടന്നിട്ടുള്ള ആക്സിഡൻസോ സർജറീസോ വളരെ ചെറിയ പ്രായത്തിൽ ചെയ്തിട്ടുള്ള ഇതുമായി റിലേറ്റഡ് ആകാൻ സാധ്യതയുള്ള സർജറികൾ ഭാവിയിലോട്ടായിരിക്കും അവരൊരു പ്രഗ്നൻസി എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് വരുമ്പോഴായിരിക്കും അവരത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ പോയി ചോദിക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ സർജറി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ലീഡ് ചെയ്ത് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, ചെറിയ പ്രായത്തിൽ ചൈൽഡ്ഹുഡ് ഒരു 10 വയസ്സിനുള്ളിലായിരിക്കുന്ന സമയത്ത് മുണ്ടുനീര്, അതായത് പാരോട്ടിഡ് ഗ്രന്ഥിക്ക് വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മളതിൽ നോട്ടീസ് ചെയ്ത് പോകാത്തൊരു കാര്യം, ഈ മംസ്, പാരോട്ടൈറ്റിസ് പലപ്പോഴും ഈ ഒരു സലൈവറി ഗ്ലാൻഡിനെ മാത്രം എഫക്ട് ചെയ്യുന്ന ഒരു സംഗതിയായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ കുട്ടിക്ക് ചിലപ്പോൾ സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെ ആ സമയത്ത് ടെസ്റ്റസ് എന്നുള്ളത് ഒരു ഗ്രന്ഥിയാണ്, അതിലും ഈ ഇൻഫെക്ഷൻ എഫക്ട് ചെയ്ത് ആ സെല്ലുകളെ മോശമാക്കിയിട്ടുണ്ടായിരിക്കാം. അത് പ്രത്യേകിച്ച് പെയിനോ ഡിസ്കംഫോർട്ടോ ഇല്ലാത്തൊരു കുട്ടി അതിനെപ്പറ്റി ഒന്നും പറയണമെന്നോ പറയണമെന്നോ ഇവരത് ആശുപത്രിയിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം എന്നോ ഇല്ല. അപ്പൊ ഇങ്ങനത്തെയൊക്കെയുള്ള ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കുറച്ച് ലീഡ് പോയിന്റ്സ് കൂടെ നമ്മൾ ഇത്തരത്തിൽ ഹിസ്റ്ററി സോർട്ട് ചെയ്യുമ്പോൾ ചേർക്കാറുണ്ട്. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് വന്ധ്യതയാണ്. അപ്പോൾ വന്ധ്യതയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നപ്പം ഡോക്ടറെ, പലപ്പോഴും ഏത് രോഗാവസ്ഥയും വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് നമ്മൾ പറയുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്ധ്യതയ്ക്ക് ഒരു കാരണമായിട്ട് ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മാറാറുണ്ടോ? നമ്മളിപ്പം പലപ്പോഴും എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്, ഹോർമോണൽ ആയിട്ടുള്ള വ്യതിയാനങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ അമിത വണ്ണമുള്ള സ്ത്രീകളിൽ
കൂടുതലും അവരുടെ ഈ ഒരു ഫാറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ബോഡിക്ക് ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഹോർമോൺസ് ആയിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ഒരു പ്രഗ്നൻസി ക്യാരി ചെയ്യേണ്ടത് സ്ത്രീയാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പലപ്പോഴും അവരോട് വെയിറ്റ് കട്ട് ചെയ്യാനും അവരുടെ വെയിറ്റ് നോർമൽ അവസ്ഥയിൽ എത്താനും എപ്പോഴും പ്രീ പ്രഗ്നന്റ് ഗർഭധാരണത്തിന് മുന്നേ ഉള്ള വെയിറ്റ് ഏറ്റവും കുറച്ച് നിർത്താനും ആയിരിക്കും നമ്മൾ നിർദ്ദേശിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ അതിൽ ഓർക്കേണ്ട ഒരു സംഗതി, പുരുഷന്മാരിലും ഈ അമിതമായിട്ടുള്ള വണ്ണം അവർക്കും ഈ മോശം ഹോർമോണുകളുടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ പലപ്പോഴും നമ്മൾ എടുക്കുന്ന ഫുഡിൻ്റെ ബേസിസിൽ മാത്രമായിരിക്കണം എന്നില്ല. ഇപ്പോൾ ജങ്ക് ഫുഡ് റെഗുലറായിട്ട് കൺസ്യൂം ചെയ്യുന്നതോ ഒരു റെഗുലറായിട്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇല്ലാത്തതോ ഒരു വർക്കൗട്ട് പാറ്റേൺ ഒക്കെ ഇല്ലാത്തത് ഇത്തരത്തിലുള്ള ഒരു ഒബിസിറ്റീനെ കുറച്ചുകൂടി അതിലോട്ട് നയിക്കാൻ സാധ്യതയുള്ളതാണ്. ബട്ട് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു റെഗുലർ സ്ലീപ്പ് പാറ്റേൺ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഒരു ആവറേജ് അഡൽറ്റിന് ഒരു 6 to 8 hours അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തി സ്ലീപ്പ് പാറ്റേൺ ഉണ്ടായിരിക്കണം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ നമ്മുടെ പല ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും നടക്കേണ്ടത് ബ്രെയിനിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇത്തരം ഹോർമോൺസിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടാണ്. അതിൽ ഈ ഹോർമോൺസ് പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത് ബോഡി റെസ്റ്റിലായിരിക്കുമ്പോൾ, നമ്മുടെ ബ്രെയിൻ സ്ലീപ്പിലായിരിക്കുമ്പോഴാണ്. അപ്പോൾ ആ ഒരു സ്ലീപ്പ് പലപ്പോഴും അഫക്റ്റഡ് ആയിരിക്കുന്ന ആൾക്കാരിൽ അത് കാരണം തന്നെയും സ്ട്രെസ് ഹോർമോൺസ് കൂടാം. അവർക്ക് അമിതവണ്ണത്തിനൊരു കാരണം അതും ആവാം. അപ്പോൾ എത്രത്തോളം ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടും വെയിറ്റിന് വ്യത്യാസം വരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്ലീപ്പിൻ്റെ കാര്യം അതിൽ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ ഈ അമിതവണ്ണം, ഉറക്കക്കുറവ്, ഫാസ്റ്റ് ഫുഡിന്റെ ഉപയോഗം ഇതൊക്കെ തന്നെയും വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട്. അത് കാരണമാവാറുണ്ട്. അതിൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് ഇറ്റ്സ് അബൌട്ട് അഡിക്ഷൻസ്. ഇപ്പോൾ സ്മോക്കിംഗ്, ആൽക്കഹോളിസം എന്നതുപോലെ തന്നെ നമ്മുടെ ഈ യുവജനത കുറച്ചുകൂടിയൊക്കെ ഇൻടു ഡ്രഗ്സ് ആൻഡ് അഡിക്ഷൻസ് ആണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പം ഇതൊക്കെ ഇപ്പം നമ്മൾ ചെറിയൊരു ഫണ്ണിനോ ഒരു വൈബിനോ വേണ്ടി എടുക്കുന്ന സംഗതികൾ പലപ്പോഴും നമ്മുടെ ഫ്യൂച്ചർ ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു ഫെർട്ടിലിറ്റി ഹെൽത്തിനെയും ഒക്കെ മോശമായിട്ട് എഫക്റ്റ് ചെയ്യും. ഒരു ട്രയൽ ബേസിസിൽ നമ്മൾ എടുക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഭാവിയിലോട്ട് വളരെ മോശം ഇമ്പാക്റ്റ് തരാവുന്നതുമാണ്. അപ്പം ഇത്തരത്തിലുള്ളതും പരമാവധി നമ്മൾ അവോയ്ഡ് ചെയ്ത് നിർത്തുക. ഒരു രസത്തിന് വേണ്ടി നമ്മൾ തുടങ്ങുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ജീവൻ അതിനൊക്കെ ഉള്ളത് ഒരു ട്രാൻസിയൻ്റ് ആയിട്ടുള്ള എഫക്റ്റ് മാത്രമായിരിക്കണം എന്നില്ല. അപ്പം അതിനോട് പിന്നീട് ലിങ്ക്ഡ് ആവുന്നതോ അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് അഡിക്റ്റഡ് ആവുന്ന ആൾക്കാർ മോസ്റ്റ്ലി അവരുടെ ഒരു പ്രഗ്നൻസി ഹെൽത്ത്, ഫെർട്ടിലിറ്റി ഹെൽത്ത് മോശമാകാൻ ഉള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഓക്കെ, തൈറോയിഡ് ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന ലേഡീസിന് പ്രഗ്നൻസിക്ക് ചാൻസ് എങ്ങനെയാണ്? ഒന്ന്, നമ്മളെപ്പോഴും ഒരു പ്രഗ്നൻ്റ് അല്ലാതിരിക്കുന്ന അവസ്ഥയിൽ തൈറോയിഡ് അതിൻ്റെ ഒരു ലെവൽ കട്ട് ഓഫ്സും പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്ത് ആ ഒരു ലേഡിക്ക് ഉണ്ടാകുന്ന തൈറോയിഡ് റിക്വയർമെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നിരുന്നാൽ പോലും നോൺ പ്രഗ്നൻ്റ് അവസ്ഥയിലും അതൊരു നോർമൽ ലെവലിലായിരിക്കണം. TSH 4-നുള്ളിലായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു കട്ട് ഓഫ് ലെവലിൽ നമ്മൾ പറയുന്നത്. ബിക്കോസ് നമ്മുടെ ഇപ്പോൾ ഒരു അഡൽറ്റിൻ്റെ ബോഡി മെറ്റബോളിസം നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോണും കൂടിയാണ് തൈറോയിഡ്. അപ്പം പ്രഗ്നൻസിയിൽ നമ്മളിത് കുറച്ചുകൂടി കീനാണ്. നമ്മൾ ഇതിൻ്റെ കട്ട് ഓഫ്സ് വീണ്ടും ഒരു കുറച്ചുകൂടി ഒരു സ്ട്രിഞ്ചൻറ്റ് ലെവലിലാക്കി വെക്കുന്നതിനുള്ള കാരണം, ഒന്ന് പ്രഗ്നൻസിയുടെ സമയത്ത് ഈ സ്ത്രീയുടെ റിക്വയർമെൻറ്റ്, തൈറോയിഡ് റിക്വയർമെൻറ്റ് കൂടും, അവരുടെ ബോഡി വെയ്റ്റിന് വ്യത്യാസം വരും. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഗ്രോത്ത് ഉൾപ്പെടെ, ഇപ്പോൾ ഒരു എഗ്ഗിൻ്റെ അണ്ടവളർച്ചയുടെ ക്വാളിറ്റി തൊട്ട് കുഞ്ഞിൻ്റെ ഇനിഷ്യൽ 3 monthsലുള്ള ഓർഗൻ ഗ്രോത്ത്, പെർട്ടിക്കുലർലി ബ്രെയിൻ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു ഹോർമോണും കൂടിയാണ് അമ്മയുടെ തൈറോയിഡ് ലെവൽസ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കുക. ഇപ്പം നമ്മുടെ അടുത്ത് ആദ്യം വന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു കപ്പിളിൽ പ്രീ പ്രഗ്നൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ഏറ്റവും സ്ട്രിക്ട്ലി ഫോളോ ചെയ്ത് പരിശോധിക്കുന്ന ഒരു ഹോർമോണാണ് മദറിൻ്റെ TSH, തൈറോയിഡ് ഹോർമോൺ. ഡോക്ടറെ, വിവാഹമൊക്കെ കഴിഞ്ഞു, ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ടായിരിക്കും. ചില സാഹചര്യങ്ങളിൽ ഈ ഹണിമൂൺ പീരീഡ് തീരുന്നതിന് മുമ്പ് ഒരു പ്രഗ്നൻസി എന്നുള്ളൊരു ചാൻസിലേക്ക് പോകാറുണ്ട് ചില കപ്പിൾസിന്. ശരിക്കും വിവാഹം കഴിഞ്ഞിട്ട് എത്ര കാലം നാച്ചുറലി അവർ ട്രൈ ചെയ്തു, പക്ഷേ പ്രഗ്നൻസി ലേറ്റ് ആകുന്നു. അപ്പോൾ ഏതൊരു ടൈമിലാണ് നമ്മൾ ഡോക്ടേഴ്സിനെ കാണേണ്ടത്? ഇപ്പം നമ്മൾ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു, നമുക്ക് ഓൾറെഡി റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ വിവാഹത്തിന് മുന്നേ ഈ കുട്ടിക്ക് വലിയ കാര്യമായ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കൊരു അനുമാനമുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആവട്ടെ, അപ്പം അവർക്ക് ഈ ഒരു വിവാഹം
മാസത്തിന് ശേഷം അവർ എടുക്കുന്ന ഈ ഒരു ഗ്യാപ്പ് ഒത്തിരി അമിതമാവരുത്. ബിക്കോസ് അങ്ങനത്തെ ഒരു ഏജ് ഗ്യാപ്പ് അല്ലെങ്കിൽ ടൈം ഡിലേ കൊണ്ട് അവർക്ക് ഒരു ചെറിയ ഒരു ഇവാലുവേഷനിലോ ട്രീറ്റ്മെന്റിലോ കിട്ടിയേക്കാൻ സാധ്യതയുള്ള പ്രഗ്നൻസി വീണ്ടും നീങ്ങിപ്പോയാൽ അതിന്റെ ക്വാളിറ്റിയും അതിനുള്ള സാധ്യതയും പിന്നെയും മാറിപ്പോകും. പിന്നെ ഇപ്പം വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിലും അവർ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മളൊരു റെഗുലർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ചെക്ക് എന്നുള്ള രീതിയിൽ ഹോർമോൺസ് ചെയ്ത് വെക്കുന്നതിൽ തെറ്റില്ല. ബട്ട് ഐഡിയലി അങ്ങനെ ടൈം എടുക്കാവുന്ന കപ്പിൾസിൽ പ്രഗ്നൻസി കുറച്ചുകൂടി പ്ലാൻഡ് ആയിരിക്കണം. ഓൾ ഓഫ് എ സഡൻ ഒരു ആക്സിഡൻ്റലോ അല്ലെങ്കിൽ നമ്മൾ ഒട്ടും തീരുമാനിക്കാത്ത പോലെ അത് അറ്റൈൻ ചെയ്യുന്നതിലും നല്ലത് നമുക്ക് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫിനാൻഷ്യലായിട്ടും ഒരു കുഞ്ഞിനെ കൂടി വെൽക്കം ചെയ്യാനുള്ള അവസ്ഥയുണ്ട് എന്ന് രണ്ടുപേരും പൂർണ്ണമായിട്ട് ബോധ്യമാവുന്ന സമയത്ത് ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്ത് അത് അറ്റൈൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഡോക്ടറെ, ഈ ഇൻഫെർട്ടിലിറ്റി ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടെസ്റ്റുകൾ എന്തൊക്കെയായിരിക്കും? 2 തരത്തിലാണ്. നമ്മൾ ബേസിക് ആയിട്ട് ഇപ്പം നമ്മുടെ ഹോർമോൺസ്, അതുപോലെ തന്നെ സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ അണ്ടോൽപാദനം, ഒരു മെൻസ്ട്രൽ സൈക്കിൾ നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും അണ്ടോൽപാദനം നടക്കുന്ന ഒരു സൈക്കിളാണോ എന്നൊക്കെയുള്ളതായിരിക്കും ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ. പുരുഷനും അതുപോലെ തന്നെ ഹോർമോൺ പരിശോധനകൾ, തൈറോയിഡ്, അമിതവണ്ണമുള്ള ആൾക്ക് നമുക്ക് ഷുഗറിൻ്റെ ഒരു സ്ക്രീനിങ് പോലെ HbA1c എന്നുള്ളൊരു ടെസ്റ്റിംഗ്. അതുപോലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടതാണ് ഒരു കംപ്ലീറ്റ് സെമൻ അനാലിസിസ്, ബീജ പരിശോധന ചെയ്ത് അവരുടെ കൗണ്ട്, അതിലുള്ള മറ്റ് ഫാക്ടേഴ്സ് ഒക്കെ നോർമൽ തന്നെയാണോ, അതായത് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കാതെ തന്നെയും ഇവർക്ക് നാച്ചുറലായിട്ട് ട്രൈ ചെയ്താൽ എത്രത്തോളം പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ട് എന്നുള്ളതായിരിക്കും ഒരു ഡോക്ടർ ആ സമയത്ത് വിലയിരുത്തുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകളിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ബീജ ടെസ്റ്റിലോ കാര്യമായ വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളത് കൂടുതലായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ഡോക്ടറെ, നമ്മൾ എന്താണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു. ശരിക്കും ഈ സ്ത്രീകളിലും പുരുഷന്മാരിലും വന്ധ്യത ഉണ്ടാകുന്ന കാരണങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒരു പരിധി വരെ നമ്മൾ പണ്ടൊക്കെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ത്രീയുടെ മാത്രം ഒരു പ്രശ്നമായിട്ടാണ് കുടുംബക്കാരെപ്പോഴും ഒരു വന്ധ്യതയെ എപ്പോഴും ചിത്രീകരിച്ച് കാണുന്നത്. ഓൺ ആൻഡ് ഓഫ് നമ്മൾ സ്ക്രീൻസിലും ഒക്കെ അത്തരത്തിലുള്ള ഒരു പിക്ചറൈസേഷൻ ആയിരിക്കും എപ്പോഴും കണ്ടിട്ടുണ്ടാവുക. പക്ഷെ ശരിക്കും നമ്മൾ ഇതിന്റെ കോസസ്, ഇതിനുള്ള കാരണങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു 30-40% വരെ സ്ത്രീയുടെയും പുരുഷന്റേതുമായ കോസസ് ഉണ്ടാകാം. പിന്നെ മിച്ചം ആവറേജ് ഒരു 20-20% കമ്പൈൻ കോസസ്, കൂടാതെ അതിൽ അൺസ്പെസിഫൈഡ്, നമുക്ക് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് അറിഞ്ഞിട്ടില്ലാത്തതും ആ ഒരു കണക്കിൽ പെടും. അപ്പോൾ ഇതിൽ തുല്യമായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ഇരുവരും വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും സ്ത്രീക്ക് ഉണ്ടാകാവുന്ന കാരണങ്ങൾ, ഒന്ന് ഏജ് കൂടിയിട്ടുള്ള സ്ത്രീകളിൽ ഉണ്ടായേക്കാവുന്നത് അവരുടെ എഗ്ഗിന്റെ ക്വാളിറ്റിക്കുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അവരുടെ എഗ്ഗിന്റെ പൂൾ, എഗ് റിസർവ് കുറഞ്ഞു വരിക എന്നൊക്കെയുള്ളത് ആ നോർമൽ ആയിട്ടുള്ള ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ നടക്കേണ്ട അണ്ടോൽപാദനം, അതിന് ആനുപാതികമായിട്ടുള്ള മറ്റ് ഫിസിയോളജിക്കൽ വ്യത്യാസങ്ങളെയും ഒക്കെ എഫക്റ്റ് ചെയ്യാം. അതുപോലെ വണ്ണം കൂടിയിട്ടുള്ള സ്ത്രീകളിൽ ഹോർമോണുകളുടെ വ്യതിയാനം ഉണ്ടാകാം. ഇതുമൊക്കെ ഒരു പ്രഗ്നൻസിക്ക് തയ്യാറാവുന്ന സ്ത്രീക്ക് ഹോർമോണലി സപ്പോർട്ടീവ് ആയിരിക്കണം എന്നില്ല. അതുപോലെ തന്നെ പ്രഗ്നൻസി ട്രൈ ചെയ്യേണ്ടതിൽ ഒരു സ്ത്രീയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അവരുടെ യൂട്രസ്, ഫലോപ്പിയൻ ട്യൂബ്, ഓവറി, ഇതൊക്കെ ആരോഗ്യപരമായി തന്നെ നിൽക്കുക എന്നുള്ളത്. ഇപ്പോൾ ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളവർ, അതല്ലെങ്കിൽ നേരത്തെ സർജറിയോ അല്ലെങ്കിൽ ക്യാൻസർ പോലത്തെ അസുഖങ്ങളോ ഒക്കെ ട്രീറ്റഡ് ആയിട്ടുള്ളവർക്ക് ഭാവിയിലോട്ടും ഇതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. പുരുഷന്മാരിൽ ഏറെക്കുറെ നമ്മളിപ്പം ഏറ്റവും ബേസിക് ആയിട്ട് നടത്തുന്ന ബീജ പരിശോധന നമ്മളൊരു മില്യൺ കണക്കിനാണ് എപ്പോഴും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വരുന്നത്. അപ്പോൾ ആവറേജ് നമ്മൾ നോക്കുമ്പോൾ ഒരു 80-90% മെയിൽസിനും ഒരു നോർമൽ സ്പേം കൗണ്ട് അവർക്ക് ടച്ച് ചെയ്യാൻ പറ്റാറുണ്ട്. ബട്ട് അതിൻ്റെ ഒരു മൈക്രോസ്കോപ്പിക് പരിശോധന, നമ്മൾ ഈ ബീജ പരിശോധന കുറച്ചുകൂടി ഗ്രാഹ്യമായിട്ട് ചെയ്യുമ്പോൾ സ്പേംസിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതിന് എത്ര നോർമൽ അല്ലാതെ ഇരിക്കുക എന്നുള്ളത് കുറച്ചുകൂടി കോമൺ ആകുക എന്നൊക്കെയുള്ളതും ഇതിലോട്ട് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വന്ധ്യതയിലേക്ക് നയിച്ചേക്കാവുന്ന മറ്റൊരു
വിഷയമാണ് സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ. ഇത് ഒരു ഫസ്റ്റ് ഓർ സെക്കൻഡ് സിറ്റിങ്ങിൽ പലപ്പോഴും ദമ്പതികൾ നമ്മളോട് പറയാൻ സാധ്യതയില്ലാത്തൊരു സംഗതിയാണ്. നമ്മളുമായി ഒരു കണക്ഷൻ ആയി കഴിഞ്ഞ് കുറച്ചുകൂടി ഒരു ഡീപ്പ് കോൺവെർസേഷനിലോട്ട് എത്തുമ്പോഴാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ളത് പലപ്പോഴും ആൾക്കാർ തുറന്നു പറയാൻ സന്നദ്ധമാകുന്നത്. ഒരു മടി ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ടായിരിക്കണം. ഡോക്ടർ ആദ്യം പറഞ്ഞൊരു കാര്യം തന്നെ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു സ്ത്രീയല്ലേ ഗർഭം ധരിക്കുന്നത്, അതുകൊണ്ട് ഒരു കുഞ്ഞുണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ കുഴപ്പമാണ് എന്ന് പറയുന്ന ഒരു സമൂഹം അതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന കപ്പിൾസിൽ മെയിൽസ് പലപ്പോഴും അവരുടെ ഒരു സപ്പോർട്ടീവ് റോൾ എന്നതിലുപരി അവർ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആണ്. ആൻഡ് പ്രഗ്നൻസിയിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്ന ഫേസിൽ തന്നെയും അവർ ആ സ്ത്രീക്ക് കൊടുക്കുന്ന ആ ഒരു ഫ്യൂച്ചർ മദറിന് കൊടുക്കുന്ന സപ്പോർട്ടൊക്കെ നമ്മൾ നേരി കാണുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചുകൂടിയൊക്കെ മാറി എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അതൊരു പ്രതീക്ഷിക്കുന്ന ഒരു നല്ല വകയാണ്. വിവാഹം കഴിഞ്ഞു, പക്ഷെ ഒന്ന് സ്റ്റേബിൾ ആവട്ടെ. ഒന്നെങ്കിൽ ഏജ് കൂടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെ യങ് ആയിട്ടുള്ള ഒരു ടൈമിൽ തന്നെ വിവാഹം കഴിക്കുന്നവരായിരിക്കാം. ഇപ്പോൾ ഈ ഒരു സ്റ്റേബിൾ എന്ന് പറയുന്നതിനകത്ത് വരുന്ന ഒരു കാര്യമാണ് മെന്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി. അപ്പോൾ ഇവിടെയും കുറച്ചധികം റിസ്ക് ഉണ്ട്. എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുമ്പോഴും നമ്മൾ ദാറ്റ് ഇസ് കണ്ടീഷണൽ. നമ്മൾ പറഞ്ഞു ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തി അതൊക്കെ നോർമലാണ് എന്ന് ബോധ്യമായിട്ടുള്ള ആൾക്കാരിൽ. അപ്പോൾ അതിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ് സ്ത്രീയെ സംബന്ധിച്ച് എഗ് റിസർവും കൂടി ചെക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സ്കാനിങ്ങിലോ അല്ലെങ്കിൽ ഹോർമോൺ പരിശോധനയിലോ AMH എന്നുള്ളൊരു ടെസ്റ്റിൽ നമുക്ക് അതിനെപ്പറ്റി ഒരു അറിവ് കിട്ടും. അത് പ്രസ്യൂമബ്ലി നോർമൽ എന്ന് തന്നെയാണെങ്കിൽ അവർക്ക് ആവറേജ് പ്രഗ്നൻസി ഡിലേ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നങ്ങൾ വന്നേക്കില്ല. ബട്ട് ഓൾറെഡി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മോശമായിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇപ്പം ഹസ്ബൻഡിനെ സംബന്ധിച്ച് ഇതുപോലെ ഹോർമോൺസും ബീജപരിശോധനയൊക്കെ നോക്കി അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് ഇപ്പം അവർക്ക് കരിയറോ ഒക്കെ സ്റ്റേബിൾ ആക്കിയിട്ട് മതി പ്രഗ്നൻസി എന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ഗാമേറ്റ്സ് അല്ലെങ്കിൽ എംബ്രിയോ ആക്കി ഫ്രീസ് ചെയ്ത് വെക്കാം എന്നുള്ളത്. ആൻഡ് പിന്നീട് വൺസ് പ്ലാൻഡ് ഫോർ എ പ്രഗ്നൻസി ഇവർക്ക് ഈ ഫ്രോസൺ ആയിട്ടുള്ള എംബ്രിയോ തിരിച്ച് യൂട്രസിലോട്ട് നിക്ഷേപിച്ച് പ്രഗ്നൻസി എന്നുള്ളൊരു പ്ലാൻ അവർക്ക് റിസ്യൂം ചെയ്യാം. അപ്പം അണ്ടം, ബീജം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭ്രൂണം ശീതീകരിച്ച് വെക്കാനുള്ള ഒരവസ്ഥയും ഫെസിലിറ്റിയും പല ഫെർട്ടിലിറ്റി സെന്റേഴ്സിലും അവൈലബിൾ ആണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ആളുകൾ ഈ ഒരു സാധ്യതയെ പറ്റി കൂടുതൽ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു കൺവേർഷൻ ഒരു ചേഞ്ച് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെ തന്നെ കുറച്ചൊക്കെ ഇൻഡിപെൻഡൻറ്റ്, സെൽഫ് റിലയൻറ്റ്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം എന്നൊരു കൺസെപ്റ്റ് പലപ്പോഴും സ്ത്രീകൾക്കും വന്നു തുടങ്ങി. അപ്പം അങ്ങനെയുള്ളപ്പോൾ അവർക്ക് വേറെ വലിയ ഇഷ്യൂസ് ഇല്ലാന്നില്ലെങ്കിൽ ദേ ടൈം. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ്റെ ഒരു ഒപ്പീനിയൻ ഇക്കാര്യത്തിൽ നേടിയതിന് ശേഷം ഒരു വലിയൊരു ഡിലേ അവർ പ്ലാൻ ചെയ്യുന്നെങ്കിൽ അങ്ങനെ. അങ്ങനെ വന്ധ്യത എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് ഡോക്ടേഴ്സ് കോർണറിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഡോക്ടർ സിസിജ കല്ലോപ്പറമ്പനാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഡോക്ടറെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ ഒരു വിഷയത്തിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ആധികാരികമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡോക്ടറിനോട് ചോദിക്കണം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ബൈ പറയുന്നു അൽഫോൺസ്.